ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് മനുഷ്യകുലത്തെ മുഴുവനായി കണ്ടുകൊണ്ട് പറയുന്നതാണ്. മറ്റ് സസ്യജാലങ്ങളിലോ മൃഗജാലങ്ങളിലോ ജീവജാലങ്ങളിലൊന്നും ദൈവത്തിൻ്റെ ഛായയോ സാദൃശ്യമോ ഇല്ല. മനുഷ്യന് മാത്രമാണ് സ്വന്തം ഛായയും സാദൃശ്യം അവിടെ നിന്ന് നൽകിയത്. അപ്പോൾ തന്നെ മനസ്സിലാക്കണം, അത് മനുഷ്യകുലത്തിന് മൊത്തത്തിലാണ്. നാം ഇന്ന് ജീവിക്കുന്ന നാം ഓരോരുത്തർക്കും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ഛായ സാദൃശ്യമാണെന്ന് നിങ്ങൾ പറയരുത്. വൈകൃതമാണ്, വിരൂപമാണ്, സൗന്ദര്യമില്ല എന്ന ധാരണയിലൊക്കെ വിഷമിക്കുന്ന ചിലർ ആശ്വസിപ്പിക്കാൻ ചില ആശ്വാസവാക്ക് പറയും. ദൈവത്തിൻ്റെ ഛായയാണ് നിൻ്റെ ഛായ, നീ അഭിമാനിക്കൂ. നിന്നെ കളിയാക്കുന്നവരോട് നീ ഇത് ദൈവത്തിൻ്റെ ഛായ എന്ന് പറയൂ എന്നൊക്കെ പറയും, ആശ്വസിപ്പിക്കാൻ പറ്റിയ വചനമാണ്. പക്ഷേ ബൈബിൾ സ്റ്റഡി ചെയ്യുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അപ്പൻ്റെയോ അമ്മയുടെയോ നിങ്ങളുടെ പൂർവികരുടെയോ ഛായയാണ്. ഉൽപ്പത്തി 5:2 നാം വായിക്കുന്നു, ആദത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സേത്ത് ജനിച്ചുവെന്ന്. അപ്പോൾ ആഫ്രിക്കയിൽ നീഗ്രോകൾക്ക്, കറുത്തവർഗക്കാർക്ക്, മറ്റ് ചില രാജ്യങ്ങളിൽ വെള്ളക്കാർക്ക്, അവർക്കൊക്കെ സന്തതി പരമ്പര ഉണ്ടാകുന്നത് അവരുടെ തന്നെ ഛായയിലോ നിറത്തിലോ പ്രത്യേകതകളിലോ ഒക്കെയാണ്. ഇവിടെ ഇന്ത്യൻസായ നമുക്കും മക്കളുണ്ടാകുന്നത് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. സേത്തിന് ആദത്തിൻ്റെ ഛായയാണ് സാദൃശ്യമാണ് എന്ന് പറയുമ്പോഴും ഈ ആദത്തിൻ്റെ ഛായ സാദൃശ്യം ആരുടേതാണ്? ദൈവത്തിൻ്റേതാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് തിരുവചനത്തിൽ ആദത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും എന്നെഴുതിയിരിക്കുന്നു? അത് അച്ചടിയിലോ തർജ്ജമയിലോ എന്ന വ്യത്യാസങ്ങളൊന്നുമല്ല. നിങ്ങൾ സെർച്ച് ചെയ്താൽ നിരവധി വെർഷനുകളിലെ, നിരവധി പബ്ലിക്കേഷൻസിലെ, നിരവധി ബൈബിളുകളിലെ പ്രത്യേകം അല്പം വ്യത്യസ്തമായ ട്രാൻസ്ലേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അത് എവിടെ എടുത്ത് നോക്കിയാലും ഹിസ് ഓൺ ലൈക്ക്നെസ് എന്നും ഹിസ് ഓൺ ഇമേജ് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സേത്ത് ജനിച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത മനസ്സിലാക്കണം. പറുദീസയിൽ നിന്നും അനുസരണക്കേട് നിമിത്തം പുറത്തായ ശേഷം ദൈവത്തിൽ നിന്നകന്ന്, ദൈവകൃപയിൽ നിന്ന് അകന്നു കഴിഞ്ഞതുവരെയും അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ചില മാറ്റം വന്നു, അല്പം വ്യത്യാസം വന്നു എന്ന് മനസ്സിലാക്കണം. മാനുഷികത കടന്നുകൂടി, ദൈവികത കുറഞ്ഞു, മാനുഷികത വർദ്ധിച്ചു. ദൈവത്തിൽ നിന്നും അകന്നു പോയ ശേഷം ആദത്തിനുണ്ടായ സേത്ത് ആദത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ മാതാപിതാക്കളുടെയോ പൂർവികരുടെയോ മുഖഷേപ്പിലാണ്, ഛായയിലാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. സാദൃശ്യം ദൈവത്തിൻ്റെ തന്നെയാണ്. ആ സാദൃശ്യം എന്നത് തൻ്റെ അനന്തതയുടെ സാദൃശ്യമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ അവരെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സാദൃശ്യം എന്നത് അനന്തതയാണ്. അനന്തത എന്താണ്? അനശ്വരത, അമർത്യത, നിത്യത, അനശ്വരത എന്ന വാക്കുകളുടെ അർത്ഥം പ്രത്യേകം മനസ്സിലാക്കണം. അമർത്യത എന്നത് മരണമില്ലാത്തത്, മരിക്കാത്തത്, മരണമില്ലാത്ത അവസ്ഥ, അമർത്യത. നിത്യത എന്നത് ആദ്യവുമില്ല അവസാനവുമില്ല, ആരംഭം ഇല്ല നിത്യതയ്ക്ക്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, വളരെ സുഖിപ്പിക്കുന്ന വചനം മാത്രം, ആശ്വസിപ്പിക്കുന്ന വചനം മാത്രം പറഞ്ഞാൽ പോരാ. ബൈബിൾ സ്റ്റഡി ചെയ്യുന്നവർ ദൈവികമായ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ചിരിക്കണം. പലരും പല പ്രബോധങ്ങൾ, വലിയ ബൈബിൾ പഠനം നടത്തുന്നവരും ഒക്കെ പഠിപ്പിച്ചു വിടുമ്പോൾ ഈ ഭാഗം എല്ലാം അവഗണിക്കും. ഇത് ആശ്വാസവാക്കല്ലല്ലോ എന്നതുകൊണ്ടാണ്. സുഖിപ്പിക്കുന്ന വചനങ്ങൾ മാത്രം പെറുക്കി പ്രഘോഷിച്ച് കയ്യടി വാങ്ങുന്ന ഒരു ശ്രമം നമുക്ക് പലർക്കുമുണ്ട്. അത് പാടില്ല. അതുപോലെയുള്ള സ്വഭാവത്തിൻ്റെ നന്മകൾ, തിന്മകൾ, ഇതൊക്കെയും പൈതൃകമായി ലഭിച്ചതാണ്, ദൈവത്തിൽ നിന്നല്ല മനുഷ്യനിൽ നിന്നാണ് എന്നതുപോലെ നിറവും സ്വഭാവവും നടപ്പും എടുപ്പും ഒക്കെ ഒരു പ്രത്യേകതയുണ്ടെങ്കിൽ അതെല്ലാം ലഭിച്ചത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നല്ല, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ്. ദൈവിക ഛായ ആദത്തിലേക്ക് വന്നെങ്കിലും ആദത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പ്രത്യേകം എടുത്ത് പറയുമ്പോൾ ദൈവിക ഛായയുടെ പൂർണ്ണത അവിടെ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. സേത്തിന് ദൈവിക ഛായയുടെയോ സാദൃശ്യത്തിൻ്റെയും പൂർണ്ണത ലഭിച്ചില്ല എന്ന്. എങ്കിൽ എത്രയോ നൂറ്റാണ്ടുകൾ ഇങ്ങനെ പുറകോട്ട് പോയിട്ട്, എത്രയോ അധികം നൂറ്റാണ്ടുകൾ പുറകോട്ട് വന്ന ശേഷം നമുക്ക് എത്തിയപ്പോൾ എത്രമാത്രം കുറഞ്ഞു കാണും ദൈവിക ചൈതന്യം. നൂറ്റാണ്ടുകൾ വന്ന ശേഷം നമുക്ക് തീർച്ചയായും പറയാം, ദൈവിക ഛായയിൽ വളരെ കുറവ് വന്നു, വളരെയേറെ കുറവ് വന്നു. പിന്നെ മനുഷ്യകുലം ദൈവഛായ സൃഷ്ടിക്കപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ ഒരു അംശം നിലനിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ